തേവലക്കരയിലെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 മരണം കൂടി. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അക്ഷയ്, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. റോഡിൽ വീണ വൈദ്യുത പോസ്റ്റിൽ നിന്നുണ്ടായ അപകടം മരണത്തിലെ അനാസ്ഥയിൽ പരസ്പരം പഴിചാരുകയാണ് അധികൃതർ. പനയമുട്ടത്ത് വെച്ച റബ്ബറിന്റെ ചില്ലയോടൊപ്പം ഒടിഞ്ഞു വീണ വൈദ്യുത പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റാണ് അക്ഷയുടെ മരണം. അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞു കിടക്കുന്ന കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. നമ്മൾ ഇവനെ ചെന്ന് കിച്ചുവിനെ ചെന്ന് പൊക്കി എടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപകടത്തിൽ KSEBയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി പനവൂർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അപകടം നടന്നു കഴിഞ്ഞുള്ള സ്ഥിരം പഴിചാരൽ തുടരുകയാണ്. നെടുമങ്ങാട് സ്വകാര്യ വ്യക്തി മരം മുറിക്കാത്തതിനെ KSEB വീഴ്ചയായി പറയാനാവില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിനു മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല. 4 മാസം മുൻപേ മരച്ചില്ല വെട്ടാൻ നിർദ്ദേശം നൽകിയിരുന്നതായി പനയമുട്ടം വാർഡ് മെമ്പറും മരച്ചില്ല വെട്ടാൻ സമീപിച്ചില്ലെന്ന് പറമ്പുടമയും പറഞ്ഞു. ഈ സ്വകാര്യ വ്യക്തികളെ മരങ്ങൾക്ക് സ്വകാര്യ വ്യക്തി നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് 4 മാസം അറിയിപ്പ് നമ്മൾ കൊടുത്തതാണ് ഈ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടി. കക്ഷി അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ പള്ളി സത്യത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റും പറഞ്ഞിട്ടില്ല, സുനിയും പറഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു കൊടുക്കും. പോസ്റ്റിന്റെ ബലക്ഷയം KSEB ചുള്ളിമാനൂർ സെക്ഷനിൽ അറിയിച്ചിട്ട് നടപടി ഉണ്ടായില്ലെന്നും മെമ്പർ ആരോപിക്കുന്നു. പോസ്റ്റിന്റെ ബലക്ഷയം MLAയും സമ്മതിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മരം വീണതിനെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയ്ക്കും ജീവൻ നഷ്ടമായി. അടുത്ത വീട്ടിലെ കടപുഴകി വീണ മരത്തിൽ ഫാത്തിമ തൊട്ടതോടെ ഷോക്കേൽക്കുകയായിരുന്നു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.